ജന്തർ മന്ദിറിൽ സമരം ചെയ്ത പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യണം, ബലാത്സംഗം ആഗ്രഹിച്ചു വരുന്നവരാണ് ഈ സമരങ്ങൾക്ക് വരുന്നവര് എന്ന രീതിയിൽ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പറയുന്നത് കേട്ടത്. ഇയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാളുടെ ഭാര്യ ഇയാളുടെ മുഖത്ത് കാറി തുപ്പണം. ഇത്രയും കാലം ഇയാളുടെ കൂടെ കഴിയേണ്ടി വന്നല്ലോ എന്നവർ പരിതപിക്കണം. ഇയാളുടെ മക്കൾ ഇയാൾ അടിച്ച് പുറത്താക്കണം വീട്ടിൽ നിന്ന്. ജനിച്ചു പോയാലും ഇയാളുടെ മക്കളായിട്ട്. ഇയാൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ഇയാളുടെ പേരക്കിടാങ്ങളൊക്കെ ഉണ്ടാകാവുന്ന പ്രായമുണ്ടല്ലോ ഇയാൾക്ക്. ആ കുഞ്ഞുങ്ങളൊക്കെ ഈ മനുഷ്യനെ നികൃഷ്ട ജീവിയെ പോലെ തള്ളിക്കളയണം. ഇയാളുടെ അമ്മ, ഇയാളെ പ്രസവിച്ച അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ അവർ വഴിയിൽ നിന്ന് വിലപിക്കണം. ഇങ്ങനെ വൃത്തികെട്ട ഒരു ജന്തുവിനെ, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു നരാധമനെ പ്രസവിക്കാനിടയാതിനോർത്ത്. ഇത്രയും കാലം കൂടെ കഴിഞ്ഞ ഭാര്യയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാളുടെ മക്കളെ കാണുമ്പോൾ ഇയാൾ എങ്ങനെയായിരിക്കും കണ്ടിട്ടുള്ളത്? അവരെങ്ങനെയായിരിക്കും ഇയാളുടെ മുമ്പിൽ പെട്ട് ജീവിച്ചിട്ടുള്ളത്? കഷ്ടമെന്നല്ലേ പറയാൻ പറ്റും. അച്ഛനായ ഏതൊരാൾക്കും അപമാനമാണ് ഈ മനുഷ്യൻ. ഭർത്താവായ ഏതൊരു മനുഷ്യനും അപമാനമാണ് ഈ മനുഷ്യൻ. സുഹൃത്ത് അയാളുടെ കൂടെ പഠിച്ച പെൺകുട്ടികളുടെയൊക്കെ കാര്യം കഷ്ടം. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്ത് വിതയ്ക്കുന്ന വിഷം എന്താണെന്ന് അറിയണം. സമൂഹം ഒറ്റപ്പെടുത്തണം വേണ്ടത്. കേസെടുത്തിട്ട് എന്തിനാ? കേസ് അന്വേഷിക്കുമെന്നാ പറയണേ. എന്തന്വേഷിക്കാനാ? പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ട് പറഞ്ഞ ഒരാളെ കുറിച്ച് ഇനി എന്ത് തെളിവെടുക്കാനാ? ഇയാളെ കുറിച്ച് അന്വേഷിക്കാല്ലേ? ഇയാളെ സമൂഹം ഇങ്ങനെയുള്ള മനുഷ്യരെ, ഈ സംഘപുത്രന്മാരെ നിഷേധിക്കണം, ഒറ്റപ്പെടുത്തണം. വഴിയിലിറങ്ങിയാൽ കാണുന്നവർ കാർക്കിച്ചു തുപ്പണം. അതാണ് വേണ്ടത്. ഇപ്പോ ഇത് പറഞ്ഞതിനും നമ്മുടെ വാളി വന്നിട്ട് അസഭ്യം പറയുന്നവരുണ്ടാവും. നടക്കട്ടെ. നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.